നമസ്കാരം. എല്ലാവരും ഇനിയും നമസ്കാരം പറഞ്ഞ് ശീലിക്കണം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇനിയും നമസ്കാരത്തിന്റെ പ്രളയമായിരിക്കും, അലയൊലിയായിരിക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയാൽ ഉടൻ നമസ്കാരം പറച്ചിലിന്റെ ഒരു പ്രകമ്പനമായിരിക്കും. വളരെ സന്തോഷമുണ്ട് പോലീസുകാരെ കൊണ്ട് നമസ്കാരം പറയിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. പോലീസ് സേന അടിമുടി മാറണം. അതിവിടെ മുതൽ, ട്രെയിനിങ് കാലഘട്ടം മുതൽ. അതും പറയുന്നുണ്ട്, ട്രെയിനിങ് കാലഘട്ടം മുതൽ പോലീസ് സേന മാറണം. പോലീസ് എപ്പോഴും പൊതുജനത്തെ വിരട്ടി നിർത്തേണ്ട ഒരു സേനയാണെന്ന് ഒരു രീതിയിലാണ് പരിശീലനം കൊടുക്കുന്നത്. അവിടെ നിന്നാണ് മാറേണ്ടത്. പിന്നെ പോലീസ് സേനയുടെ ചില കാര്യങ്ങൾ പറയാം. 31 വർഷത്തെ അഭിഭാഷകവൃത്തി കൊണ്ട് എനിക്ക് മനസ്സിലായത്, ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നിയമപരമല്ലാതെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക. ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഉടൻ പറയും, അത് ജാമ്യം കിട്ടും, പെട്ടെന്ന് ജാമ്യം കിട്ടും. നോൺ ബെയിലബിൾ ഓഫൻസ് ആയിരിക്കും, 10, 25, 30 ദിവസം അകത്ത് കിടക്കേണ്ട കേസായിരിക്കും, പെട്ടെന്ന് ജാമ്യം കിട്ടും. ഒരു വക്കീലിനെ അറേഞ്ച്, ജാമ്യക്കാരെ കൊണ്ടുപോകാം. ഈ പാവം പിടിച്ചവര് പോയി ജാമ്യക്കാരെ തപ്പും. എന്നിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് ചെല്ലും. വക്കീൽ പറയും, ഇതിന് പെട്ടെന്ന് ജാമ്യം കിട്ടത്തില്ല. അവർക്ക് സംശയമാവും, അവർ വേറെ വക്കീലിനെ കാണും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി ഈ പോലീസിനുണ്ട്. അത് അവരുടെ ഒരു ക്രൂര വിനോദമാണ്. എന്തിനാണ് ഇവർ പറയുന്നതെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. നിയമപരമല്ലാത്ത, സാധിക്കാത്ത കാര്യങ്ങളെപ്പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ പറയാതിരിക്കുക. ഒരു പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അയാൾക്ക് നിയമപരമായി ഇന്ന സാധ്യതകളുണ്ട്, ഇന്ന കാര്യങ്ങളാണ് എന്ന് സത്യസന്ധമായി പറയാൻ ഒരിക്കലും പോലീസ് തുനിയാറില്ല. അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ധനമിടപാടുകളിൽ പരാതി ലഭിച്ചാൽ അത് തീർത്തും സിവിൽ കേസോ ഒക്കെ ആയിരിക്കാം, വിരട്ടി പൈസ വാങ്ങിച്ചു കൊടുക്കുക. ധാരാളം നടക്കുന്നുണ്ട്. അല്ലെ പിടിച്ചകത്തിടും, അല്ലെ 420 കേസ് എടുക്കും. പല കേസുകളും അങ്ങനെ 420 എടുത്തിട്ടുണ്ട്. ഒരു 420 ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഭാവിയിൽ ആ കേസ് വിട്ടുപോവാം. പക്ഷേ പോലീസിന്റെ കുപ്പത്തിയിൽ പണം വാങ്ങിച്ചു കൊടുക്കാനുള്ള വ്യഗ്രതയിൽ അത് 420 ആയിട്ട് കേസെടുക്കും. പണമിടപാടുകളും വസ്തുതർക്കങ്ങളും ഒന്നും പോലീസിന്റെ പരിധിയിൽ വരുന്നതല്ല. അതൊക്കെ കോടതിയിൽ നേരിട്ട് അന്യായം ഫയൽ ചെയ്ത് പരിഹാരം തേടേണ്ടതാണ്. എന്നാൽ പോലീസ് അതിനകത്തും ഇടപെടും. അങ്ങനെ സർവ്വതോന്മുഖമായ നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ പോലീസ് പലയിടങ്ങളിലും ഇടപെടുന്നുണ്ട്. പോലീസിന്റെ ഈ രീതി നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അറിയാത്തതല്ല. പോലീസിനെ മാറ്റും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഭരണമേ മാറിയിട്ടുള്ളൂ, പോലീസ് മാറിയിട്ടില്ല. ഇതിനുള്ളിലുള്ളവരെല്ലാം ആ പഴയ ആൾക്കാർ തന്നെയാണ്, പഴയ ചിന്ത തന്നെയാണ്. നമുക്ക് നിയമപരമായി കിട്ടേണ്ട ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ